എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ വിചാരിക്കാത്ത സമയത്ത് ഭഗവാൻ നമ്മുടെ മുന്നിലെത്താറുണ്ടല്ലേ. അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കണ്ണൻ തൻ്റെ ഭക്തരെ എങ്ങനെയൊക്കെയാണ് കാത്തുരക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കേൾക്കുന്നവരുടെ കണ്ണു നിറയ്ക്കുന്ന അപൂർവ അനുഭവ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണിത്. തൃശ്ശൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി പാലക്കാട്ടേക്ക് പോയതായിരുന്നു. തിരികെ വരുമ്പോൾ രാത്രി വളരെ വൈകി. കനത്ത മഴയും കാറ്റും കാരണം റോഡിൽ വെളിച്ചവും ഇല്ല. മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീർന്നത് കാരണം അത് ഓഫാവുകയും ചെയ്തു. വഴിതെറ്റിയ രാധാകൃഷ്ണൻ എത്തിപ്പെട്ടത് ആളൊഴിഞ്ഞ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു കാട്ടുപാതയിലായിരുന്നു. പെട്ടെന്ന് അയാളുടെ ബൈക്കിൻ്റെ പെട്രോളും തീർന്നു. ആകെ അയാൾ പേടിച്ച് വിറച്ചു. ചുറ്റും ഘോരമായ ഇരുട്ട്. സഹായത്തിനായി വിളിച്ചാൽ കേൾക്കാൻ പോലും ആരുമില്ല. കനത്ത പേടിയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ബൈക്കിൽ ചാരിയിരുന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. കരഞ്ഞു, ഗുരുവായൂരപ്പാ, നീ മാത്രമാണ് ഇനി എനിക്ക് തുണ, വേറെ ആരുമില്ല. മരണം മുന്നിൽ കണ്ടു നിൽക്കുകയായിരുന്നു രാധാകൃഷ്ണൻ. പെട്ടെന്നാണ് ഇരുട്ടിലൊരു ചെറിയ വെളിച്ചം കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കയ്യിൽ ഒരു ടോർച്ചും പിടിച്ച് 10 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി നടന്നു വരുന്നു. ഈ അർദ്ധരാത്രിയിൽ കാട്ടിലൊരു കുട്ടിയോ? രാധാകൃഷ്ണൻ ആകെ പേടിച്ചു പേടിച്ച് വിറച്ചു. അത് ഒരു കുട്ടി അർദ്ധരാത്രിയിൽ വനാന്തരം കാട്ടിൽ എങ്ങനെ വന്നു? അതായിരുന്നു രാധാകൃഷ്ണൻ ചിന്തിച്ചത്. ആ കുട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ മാമ, വഴി തെറ്റിയോ എന്ന് ചോദിച്ചു. ഈ വഴി നേരെ പോയാൽ മെയിൻ റോഡിലെത്താം, അവിടെ പെട്രോൾ പമ്പും ഉണ്ട്. വണ്ടി തള്ളണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചുകുട്ടി വണ്ടി തള്ളാൻ പിന്നിൽ കൈവച്ചതും അത്ഭുതം. രാധാകൃഷ്ണൻ അത് ഇന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ്. എന്താ പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി വണ്ടിയിൽ കൈവച്ചതും വണ്ടി സ്റ്റാർട്ടായി. അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത്രയും വലിയ ഭാരമുള്ള വണ്ടി എങ്ങനെ ഇത്രയും ചെറിയ 10 വയസ്സുള്ള കുട്ടിക്ക് തള്ളാൻ പറ്റി? അതൊക്കെ അയാൾ പിന്നീടാണ് അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ മിനിറ്റുകൾക്ക് അകം അവർ പ്രധാന റോഡിലെത്തി. വെളിച്ചം കണ്ട സന്തോഷത്തിൽ രാധാകൃഷ്ണൻ ആ കുട്ടിയോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ എവിടെയും ആരെയും കണ്ടില്ല. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ആ കുട്ടി ഇരുട്ടിലേക്ക് മറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു സാധാരണ കുട്ടിയാവാൻ വഴിയില്ല. അത് വേറെ ആരുമല്ല, സാക്ഷാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അയാൾ റോഡിലേക്ക് വീണ് സാഷ്ടാംഗം ഭഗവാനെ പ്രണമിച്ചു. ഇത്രയും ഈ ഒരു വനാന്തരത്തിൽ തൻ മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ആശ്രയത്തിനായി എത്തിയല്ലോ, ഞാൻ വിളിച്ചപ്പോൾ ഭഗവാൻ കേട്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ അയാൾക്ക് സന്തോഷത്താ കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നല്ല, അയാൾ കരയാൻ തുടങ്ങി. ആശ്രയത്തിനായി അപേക്ഷിക്കുന്ന ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടൂല.